തുവരപ്പരിപ്പ് ഒരു 3/4 കപ്പ്. ഇതിൻ്റെ കൂടെ ചെറുപയർ പരിപ്പ് 1 ടേബിൾ സ്പൂൺ. ഇതൊരു കൊഴുപ്പ് കിട്ടാനാണ്. കഴുകിയ പരിപ്പ് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇടാം. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കായം ഇടാം. വെള്ളം ഒഴിക്കാം. കുറച്ച് കായം ഇടുകയാണ്. കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് തിളച്ച് തൂവാതിരിക്കാം. നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ സ്റ്റിക്കിനെസ് ഒന്ന് കുറയാൻ വേണ്ടിയാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. നമുക്ക് പച്ചക്കറി എല്ലാം കൂടി ഈ ചട്ടിയിലോട്ട് നെകയ്ക്ക് വെള്ളം ഒഴിക്കാം. ചുവന്നുള്ളി നടുവേ പിളർന്നത്, സവാള ഒരു 5 പച്ചമുളക് അതും സ്പ്ലിറ്റ് ചെയ്ത്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പരിപ്പ് വെന്തോന്ന് നോക്കാം. പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. പരിപ്പ് നമുക്ക് വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അടച്ചു വെച്ച് തിളപ്പിക്കുക. അത് തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഉപ്പിടാം. 2 ടീസ്പൂൺ ഉപ്പിടാം. ടീസ്പൂൺ ഇടുക. ഒട്ടും ഉപ്പില്ല. ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോ ഇടാം. വേകാറായിട്ടുണ്ടല്ലോ. കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വെണ്ടയ്ക്ക കൂടെ ഇട്ടേക്കാം. ഇതിൻ്റെ പുറകെ പുളിവെള്ളവും ഒഴിച്ചേക്കാം. ഇതൊരു 5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർക്കുക. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കടുക് വറുത്തതിന് ശേഷം ഇതുകൂടെ വഴറ്റിയിട്ട് ഇടാം. നമുക്ക് കടുക് വറുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. കടുക് ഇടാം. മുളകും കറിവേപ്പിലയും. നമുക്ക് ഈ പൊടികളൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിക്കാം. കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. നല്ല രുചികരമായ സാമ്പാർ റെഡിയായിരിക്കും. കുറച്ച് മല്ലിയില കൂടെ ഗാർണിഷിനായിട്ടിടാം.